ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടതുപോലെ ഞാൻ എൻ്റെ കല്യാണത്തിന് ഒരുങ്ങാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ വെഡിങ് ഡേ. സോ നമുക്ക് വീഡിയോക്ക് പോവാം. ചെരുപ്പെടുത്തു ബിജോയ് ബെന്നി ആൻഡ് അനില മാർട്ടി. ഹായ് ബിജോയ്, ഞങ്ങൾ ഒരുങ്ങിയിട്ട് വരാം. തിരിഞ്ഞു കിടക്ക്. ഓക്കെ ബൊക്കിയും ബാഗ് എടുത്തു പതുക്കെ കൂതാക്കല്ലേ. എന്ത് ആരുടെ നിന്റെ മുടിയാ? നിന്റെ മുടി ക്രിംപ് ചെയ്തിട്ട് അഴിച്ചിടാം. ക്രിംപ് ചെയ്യുമ്പോ ഇങ്ങനെ നിന്റെ ഇതുപോലെയാണോ? അന്ന് അതൊക്കെ കളിക്കല്ലേ, ക്രിംപ് ചെയ്താൽ മതി. ക്രിംപ് ചെയ്യുമ്പോ എങ്ങനെയാ? അന്നിട്ട പോലെ ചെയ്തില്ല, അങ്ങനെയാണോ? അങ്ങനെയല്ല, കേളി വേണ്ട എനിക്ക്. ഇങ്ങനെ 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 മൂന്നാമത്തത് പറ. എന്നുണ്ടായേ അല്ല, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന്. ഞങ്ങളൊരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ബൊക്കെയൊക്കെ മേടിച്ച് നമ്മൾക്ക് പാർലറിലേക്ക് വരാമെന്നാണ്. നമ്മൾ ബൊക്കെ ഒരു സ്ഥലത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ബൊക്കെ ലാസ്റ്റ് അല്ലേ വേണ്ടുള്ളൂ, അപ്പോൾ പിന്നെ അത് ഇപ്പം തന്നെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ബിജോയ് ചേട്ടൻ മേടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം തന്നെ പാർലറിൽ എത്തി. ഒരു 5:45 ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പാർലറിൽ എത്തി. കല്യാണം കഴിച്ചിട്ട് വരാൻ കൈസ്. വിളിച്ചാ അപ്പൊ എനിക്കെന്താ, ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് വിളിച്ചതാ. ഈ സാധനങ്ങളുണ്ട്, ഞാനും കുളിക്കാണ്ട് ഇനിയും ഭംഗി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ച് വിളിച്ച. എവിടെ നമുക്കപ്പോൾ വേഗം തന്നെ നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ കുറേ ലേറ്റ് ആക്കണ്ട, കാരണം 9 മണി ടൈമിലൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് വരും നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങോട്ടാണ് വരിക, പാർലറിലേക്കാണ് വരിക. അപ്പം ഇവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്കിനി ഒട്ടും വൈകിക്കേണ്ട, വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. ഫ്രണ്ടിക്ക് തള്ളിക്കോ. എൻ്റെ കൂടെ എൻ്റെ ചേച്ചി കൂടി റെഡി ആവാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് ചെറിയൊരു ലൈറ്റ് മേക്കപ്പും ഹെയർ സെറ്റിങ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളുടെ വേഗം ചെയ്യാണ്, കാരണം അവൾക്ക് വീട്ടിലേക്ക് പോകണം, അവിടെ ഉണ്ണീനൊക്കെ റെഡിയാക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മമ്മി പപ്പ എല്ലാവരെയും ഒന്ന് നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എൻ്റെ എന്തായാലും 9 മണി 9:30 ആവുമല്ലോ കഴിയുമ്പോൾ. അപ്പോൾ എൻ്റെ വരെ ഞാൻ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല അവൾ വേഗം റെഡി ആയിട്ട് പോവാൻ നോക്കാണ് കേട്ടോ. കുട്ടി റെഡി ആയി നോക്കട്ടെ, ഇങ്ങോട്ട് കാണിക്ക്, തിരി. നല്ല ഭംഗിയുണ്ട്. ഈ പിരികനൊക്കെ എഴുതാത്തോണ്ട് നിനക്ക് തോന്നണത് ആദ്യത്തെ ഒരു ഇതുണ്ടാവും, കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മുഖത്തിന് അത് സ്യൂട്ടായി വരും. മാല ഇടാത്തോണ്ട് നല്ല വൃത്തിയോട് തോന്നിക്കുന്നുണ്ട് കേട്ടോ. മാല ഇട് വേഗം. എൻ്റെ അപ്പോഴേക്കും ചേച്ചി ലെങ്സ് കാര്യങ്ങളൊക്കെ വെക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടം ലെങ്സ് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ ഇപ്പോൾ വെച്ചോളാൻ പറഞ്ഞു ചേച്ചി ചോദിച്ചപ്പോൾ.
അപ്പോൾ അതെനിക്ക് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ കേട്ടോ എനിക്ക് ആദ്യം ഒന്ന് ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതെല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ മനസ്സമ്മതത്തിന് വെച്ചു, പിന്നെ ഇപ്പോൾ കല്യാണത്തിന് വെക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നതൊക്കെ. അപ്പോൾ അതെനിക്ക് ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു, കണ്ണിൽ നന്നായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം ഒന്ന് സെറ്റിൽ ആവാനായിട്ടൊന്ന് ടൈം എടുത്തു ലെങ്സ് നമ്മുടെ ഇതിൽ. അപ്പൊ അങ്ങനെ പക്ഷെ എന്നാലും എനിക്ക് വെച്ച് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇതും ആ സെയിം ഷെയ്ഡ് തന്നെയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര അതൊരു എന്റെ മുഖത്തിനും ചേരുന്നുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ അങ്ങനെ ഇതൊരു സൂചിയുണ്ടോ? കിടന്നോ? കണ്ടാക്കണ്ട. വീട്ടിൽ വന്നിട്ട് തുന്നി പിടിപ്പിക്കാൻ പറ്റും രണ്ട് സൈഡും. റെഡിന്റെ വല്ല വള്ളി എന്തെങ്കിലും ഉണ്ടോ ചുരിദാറിനൊന്നും കാണുന്നുണ്ട്. അത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. വള്ളിയോ പാന്റിന് വള്ളിയോ ഒന്നുമില്ല. എന്താ ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ലായിരുന്നുണ്ടോ? നമ്മുടെ വല്ല വള്ളി ആവുന്നുണ്ടോ? അവിടെ കുത്തി കഴിഞ്ഞ വൃത്തി ഉണ്ടാവില്ല, നിൽക്കൂലേ അത്. എനിക്ക് മാത്രം പ്രശ്നമുള്ളൂ, അവളോട് കാണുമ്പോ പ്രശ്നമൊന്നുമില്ല. അറിയില്ല ജിയൊക്കെ എപ്പോഴാ വരിക? അവർക്ക് ജിയക്ക് 8:30ക്കും ഇവർക്ക് ഒരു അമ്മയും മോളെന്ന് പറയുന്നത് ചേച്ചിരാൻ അവർക്ക്. ഞാൻ പോവാട്ടാ. ഓക്കെ ബൈ. നേരാളായിട്ട് ഇതിവിടെ പല പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞ മോളാക്കി എല്ലാം നശിപ്പിച്ചത്. ഇപ്പൊ കരയുണ്ടോ പറഞ്ഞോളൂ. മേക്കപ്പ് ചേച്ചി സമയം എടുക്കും 9 രാവിലെ. ഞാൻ എനിക്കുള്ള എടുക്കും, എന്നിട്ട് ഞാൻ അവരെങ്ങോട്ട് കയറ്റുള്ളൂ. ഇതൊന്നും എടുത്തതാ. എന്നിട്ട് ഇപ്പൊ ആ വീഡിയോ വെഡിങ് പറഞ്ഞിട്ട് ഇതുണ്ട്, അവരൊന്ന് വിളിച്ച് പറയും 9 മണി 9 മണിക്ക്. ഇതാണ് കേട്ടോ ഫൈനലി എൻ്റെ ഒരു ലുക്ക്. ഞാൻ മാല കമ്മല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, അതിന് ഇടണം. പക്ഷെ എന്നാലും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നിയിട്ട് ഒരു ടെൻഡൻസി വന്നിട്ട് എടുത്താണ് കേട്ടോ. ഇതാണ് കേട്ടോ ഫുൾ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട്. ഇനി എനിക്ക് മാലയും കമ്മലും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. അപ്പൊ ഞാൻ കയ്യിലൊന്നും ഇടുന്നില്ല, കാരണം കയ്യിൽ ഓൾറെഡി ഫുൾ സ്ലീവ് ആണ്. അപ്പൊ ഞാൻ കയ്യിൽ വളയൊന്നും കാര്യങ്ങളും ഇടുന്നില്ല കേട്ടോ. അങ്ങനെ ഫുൾ റെഡി ആയിട്ട് ചേട്ടൻ എന്നെ കൊണ്ടുവരാൻ വന്നു കേട്ടോ. വിജോയ് ചേട്ടൻ ഉണ്ണി ഉണ്ടായിരുന്നു, അനേറ ഉണ്ടായിരുന്നു. അനേറൊക്കെ റെഡി ആയിട്ട് അതെ അല്ല അനേറ യൂതാ ഒരു പിടിക്കും ദൈവമേ. ഈ വെയിലാരെയും പിടിക്കണം. അയ്യടാ അവന്റെ കുഞ്ഞു തന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണല്ലേ? കൊള്ളാം. ഷിഫ്റ്റിംഗ് ഒന്നല്ല ഇത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്റെ കല്യാണമാണ് ഗായ്സ്. എന്തെങ്കിലും പറയണ്ടോ? ലിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഈ സാധനങ്ങളെല്ലാം പുറത്തു കിടക്കുന്നതല്ലേ? അങ്ങനെ ബിജോയ് ചേട്ടൻ വന്നു. ഞാനും അനേറും ബിജോയ് ചേട്ടനൊക്കെ കൂടി ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇനി വീട്ടിൽ കുട്ടി പ്രയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെക്കൻ്റെ പള്ളിയിലേക്ക് പോവും. സോ അത്രയേ ഉള്ളൂ. ഇനി എന്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം.